ഇത് നീലകണ്ഠനാചാരി. ഒരു കാലത്ത് പിറവന്തൂർ ആനന്ദക്കുന്ന് നിവാസികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന തടിപ്പണിക്കാരനായിരുന്നു ഇദ്ദേഹം. ആയുസ്സിന്റെ പുസ്തകത്തിൽ ഏറിയ ഭാഗവും നീലകണ്ഠനാചാരി നീക്കിവെച്ചത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയായിരുന്നു. കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട് ഇന്ന് അനാഥനെ പോലെ നരകയാതന അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഈ പാവം വൃദ്ധന്റെ ദുരിത കാഴ്ചകൾ ഫോക്സ് ടിവിയുടെ ക്യാമറ കണ്ണുകൾ പകർത്തിയെടുത്ത് പുറം ലോകത്തെ അറിയിക്കുമ്പോൾ മനസാക്ഷി അല്പമെങ്കിലും അവശേഷിക്കുന്നവർ പോലും ചോദിച്ചുപോകും, സ്വന്തം പിതാവിനെ വാർദ്ധക്യകാലത്ത് ശുശ്രൂഷിക്കാൻ തയ്യാറാകാതെ നരകതുല്യമായ കുടുസുമുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഈ മക്കൾക്കല്ലേ അകക്കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന്. ഒരു മക്കൾക്കും ഇങ്ങനെ ക്രൂരമായി ഒരു അച്ഛനോട് പെരുമാറാൻ മനസ്സുണ്ടാകരുത്. ജീവിതം നരകമാണെന്ന് വെറുതെ പരിതപിക്കുന്നവർ പോലും 90-ാം വയസ്സിൽ ഒരു മനുഷ്യജീവിയെ മക്കളും ബന്ധുക്കളും ഒരുക്കിയ നരകത്തിലേക്ക് ഉപേക്ഷിച്ചിരിക്കുന്ന ദയനീയ കാഴ്ചകൾ കണ്ട് കണ്ണീർ വാർക്കും. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ 352-ാം വീടായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്ന കൊച്ചു കൂരയ്ക്കുള്ളിൽ വളരെ യാദൃച്ഛികമായാണ് ഫോക്സ് ടിവിയുടെ ക്യാമറ കടന്നെത്തിയത്. ഇവിടെ കണ്ടെത്തിയ കാഴ്ചകൾ നമ്മെ അമ്പരപ്പിക്കുന്നു. ഇരുട്ടുമുറിയിലെ ഏകാന്തവാസവും മക്കളുടെ കൊടും ക്രൂരതയും വൃദ്ധന്റെ മനസ്സിന്റെ താളം തെറ്റിച്ചിരിക്കുന്നുവോ എന്ന സംശയമുണർത്തുന്നു. കുടുസുമുറിയുടെ നിലത്തിരുന്ന് സ്വന്തം കൈകൾ കൊണ്ട് മാലിന്യങ്ങൾ നീക്കുന്ന നിലയിലാണ് വൃദ്ധനെ ഞങ്ങൾ കണ്ടെത്തിയത്. മുറിയുടെ കട്ടളയിൽ നിന്ന് പുറത്തുള്ള കക്കൂസിലേക്ക് ഒരു കയർ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അന്ധനായ വൃദ്ധൻ മുറിയുടെ പുറത്തെ കക്കൂസിലേക്ക് പോയി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഈ കയർ വലിച്ചു കെട്ടിയിരിക്കുന്നതെന്ന് കരുതുന്നു. എന്നാൽ നിലത്തിരുന്ന് നിരങ്ങി നീങ്ങാൻ മാത്രം ത്രാണിയുള്ള വൃദ്ധൻ മലമൂത്ര വിസർജനം മുറിക്കുള്ളിൽ തന്നെ നിറവേറ്റാനേ ഗതിയുള്ളൂ. രൂക്ഷമായ ദുർഗന്ധവും മാലിന്യവും നിറഞ്ഞ മുറിക്കുള്ളിലേക്ക് എത്തിച്ചേരാൻ പോലും ആരും തയ്യാറാകുന്നില്ല. 4 മക്കളുണ്ട് നീലകണ്ഠനാചാരിക്ക്. ആർക്കും പണത്തിനും പ്രതാപത്തിനും ഒരു കുറവുമില്ല. സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കുന്ന ഇവരാണ് സ്വന്തം പിതാവിനെ തൊഴുത്തുപോലെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നതെന്നാണ് ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. നീലകണ്ഠനാചാരി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് നാട്ടുകാർക്ക് തന്നെ അത്ഭുതമാണ്. ഏറെ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു എന്നാണ് നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. വൃദ്ധന് മക്കളിൽ ഒരാൾ വല്ലപ്പോഴും എത്തി മുറിയിലെ പാത്രത്തിൽ ഭക്ഷണം നൽകാറുണ്ടത്രേ. വാർദ്ധക്യത്തിന്റെ അവശതയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ മനസ്സുകാട്ടാതെ ജീവിതം കരുപിടിപ്പിക്കാൻ നെട്ടോട്ടമോടുന്ന മക്കൾ ഇന്നത്തെ തലമുറയുടെ ശാപമാണ്. നാടുനീളെ വൃദ്ധസദനങ്ങൾ ഉള്ളപ്പോഴും വളർത്തുമൃഗങ്ങളെപ്പോലെ ഇരുട്ടുമുറിയിൽ പിതാവിനെ അടച്ചിടാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു? ഈ ദൃശ്യങ്ങൾ ഉയർത്തുന്ന വേദനകളോട് ഈ സമൂഹം തന്നെ പ്രതികരിക്കട്ടെ. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.